ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ദേവിയെ കണ്ടു എന്നല്ലേ പരുന്ത് പറഞ്ഞത്? അതെ, അവര് വന്നുകൊണ്ടിരിക്കുക. സാറേ, മേഡം ഒരു അപകടത്തിൽ പോയി ചാടിയനെ. കൃത്യസമയത്ത് കാലൻ ഇടപെടുന്ന പോലെ ഞങ്ങൾ ഇടപെട്ടു. കാലനല്ലടാ മണ്ട, ദൈവം. നിനക്ക് ഏത് ദൈവത്തിന്റെ ഷേപ്പാടാ ഉള്ളത്? കാലൻ, അത് മതി. ഒന്ന് നന്നായി കരഞ്ഞു. നെഞ്ചിനുള്ളിലെ ഉപ്പുകല്ലുകൾ അലിഞ്ഞു തീർന്നു പോട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയ. ദേവികയുടെ ഉള്ളൊന്ന് തണുക്കട്ടെ. ദേവിക, കൂൾ. ഇങ്ങോട്ട് നോക്ക്. ഇനി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് വളരെ വലിയ തെറ്റെന്നേ ഞാൻ പറയൂ. സിദ്ധു തന്നെ ദേവികയുടെ ജീവിതത്തിൽ വേണം. മനോഹര, ഈ പ്രായത്തിൽ മനോഹരനെ വണ്ടി ഏൽപ്പിക്കുന്നത് വലിയ റിസ്കാ. എന്നാലും തന്റെ അവസ്ഥ അറിഞ്ഞപ്പോ ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കണം. എനിക്കറിയാം മുതലാളി, എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാകത്തില്ല. ഉണ്ടാകരുത്. ടൂറിസ്റ്റുകളും ഹൈ പ്രൊഫൈലിലുള്ളവരൊക്കെയാ നമ്മുടെ ക്ലയൻസ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഇല്ല മുതലാളി. എല്ലാ മാസവും 1-നും 5-നും ഇടയ്ക്ക് ശമ്പളം കൃത്യമായിട്ട് മനോഹരന്റെ അക്കൗണ്ടിൽ വരും. ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും ഒക്കെ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടില്ലേ? മുതലാളി, എല്ലാത്തിന്റെയും കോപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണി തുടങ്ങിക്കും. പിന്നെ മനോഹരന്റെ ഈ ജോലിക്ക് ടൈം ബോണ്ടൊന്നും ഇല്ലാന്നറിയാലോ. എപ്പോ വിളിച്ചാലും ഓട്ടം പോകാൻ റെഡിയായിരിക്കണം. പോകാം മുതലാളി. നമ്മുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ വിളിച്ചു പറയും. അതനുസരിച്ച് എയർപോർട്ടിലോ ഹോട്ടലിലോ പോയി അവരെ പിക്ക് ചെയ്യണം. ശരി. എന്നാ പിന്നെ മനോഹരൻ ചെല്ല്. എന്നാലും എന്തൊരു കള്ളി അവള്. ഇതുകൊണ്ടെങ്കിലും മക്കുണിന് അവളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. മനോഹരേട്ടനോട് പറഞ്ഞിട്ടാ സിദ്ധാർത്ഥനെ കാണാൻ പോയെന്ന ദേവിക പറഞ്ഞത്. അവളെ അതും പറയും, അതിലപ്പുറവും പറയും. കള്ളി, പെരും കള്ളി. ചിലപ്പോഴേ അവള് പറഞ്ഞതും ശരിയാവാൻ സാധ്യതയുണ്ട് പാർവതി. അമ്മായി അപ്പനും മരുമോളും തമ്മിൽ എന്തൊക്കെയോ സംസാരം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നശൂല ഏതു വഴിക്ക് പോയോ എന്തോ കാണുന്നില്ലല്ലോ പാർവതി. ശരത്തിന്റെ ഒപ്പം വണ്ടി കയറി വരില്ലെന്ന് വാശിയിലായിരുന്നു. ഒരു ചീലാവതി. വക്കീലിന്റെയും ഡോക്ടറിന്റെയും ഒക്കെ കാറി കയറി അവക്ക് നടക്കാം. എന്നിട്ടോ സ്വന്തം വീട്ടിലുള്ള കൊച്ചന്റെ കൂടെ വരാൻ പറ്റാത്തത്.
അമ്മേ മുത്തശ്ശി ദേ വരുന്നുണ്ട്. ആര്? ഓ, ദേവിക വരുന്നുണ്ടെന്ന്. ഗേറ്റിലെത്തി. ഒറ്റയ്ക്കാണോ ശരത്തുമനെ? ഇപ്പൊ ഒറ്റയ്ക്കാ. ഇനി ഗേറ്റ് വരെ ആരെങ്കിലും കൊണ്ടുവിട്ടോന്ന് അറിയത്തില്ല. എന്നാലും അവളുടെ ഒരു ധൈര്യമേ. പാർവതി, നീ പോയി ചൂലെടുത്തോണ്ട് വാ. വേഗം പോയി ചൂലെടുക്കടി. അമ്മേ തല്ലാനും പിടിക്കാനൊന്നും പോണ്ടമ്മേ. നീ നിന്റെ കാര്യം നോക്കടി, അല്ലെങ്കിൽ നീ മേടിക്കും. ദാ മുത്തശ്ശി ചൂല് ചാമിക്കും. പിന്നെ ഒലക്കമല്ല വേണം. തൽക്കാലം വേണ്ട. വാ പാടി. അമ്മേ അമ്മേ നിക്കണേ അവിടെ. അമ്മേ വേണ്ടമ്മേ. ഒഴിഞ്ഞോട്ടക്കാരി. വേണ്ട. പറയുന്ന കേക്ക്. വിടാനല്ലേ പറഞ്ഞ? അമ്മേ വേണ്ടമ്മേ. അമ്മ കൊടുക്കുന്നതിലെണ്ണം കൊടുക്കട്ടെ. നടയടിയോടെ വേണം അകത്ത് കയറ്റാൻ. തൊട്ടുപോകരുത്. അമ്മയ്ക്ക് കോർപ്പറേഷൻ സ്വീപ്പർ തസ്തിക നിയമനം കിട്ടിയോ? അതോ അമ്മ മറ്റേ ആ പാർട്ടി ചേർന്നു ചൂലും കൊണ്ട് നിൽക്കുന്നോണ്ട് ചോദിച്ചതാ. നിന്റെ മരുമോളെ തൂത്തുവാരം വന്നതാടാ. ചപ്പ് ചാറോള് തൂത്തുവാരി കളയണമെന്നാണല്ലോ ഒരിത്ത്. ഏത്? അങ്ങനെയാണെങ്കിലേ ആദ്യം തൂത്തുവാരി കത്തിച്ച് കളയേണ്ട ആള് ഇവിടെ ഉണ്ട്. മനോഹരേട്ടാ, ഇവള് ചെയ്തത് എന്താണെന്നറിയോ? എന്താടി? നമ്മളോട് കള്ളവും പറഞ്ഞ് ഭക്ഷണവും പൊതിഞ്ഞു കെട്ടി ആ സിദ്ധാർത്ഥനെ കാണാൻ പോയേക്കുന്നു. അതും അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത്. അച്ഛനോട് പറഞ്ഞിട്ടല്ല ഞാൻ. ആ മോള് മിണ്ടാതിരിക്കെ. എന്നോട് അനുവാദം ചോദിച്ചിട്ടാ ദേവിക മോള് പോയത്. എന്റെ മകന്റെ ഹൃദയം നിലച്ചു പോകാതിരിക്കാൻ മരുന്നുമായിട്ട്. അവളൊരു മൃതസഞ്ജീവനി. അതെ, മൃതസഞ്ജീവനി തന്നെയാ. മനോഹരേട്ടൻ ന്യായീകരിക്കാണോ ഇവിടെ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എന്തു തെറ്റാടി? സിദ്ധാർത്ഥനെ ദേവിക മോള് കാണാൻ പോകുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ മകന്റെ ഭാര്യയല്ലേ ദേവിക? അതിന് മകൻ ജീവിച്ചിരിപ്പുണ്ടോടി? ഉണ്ടോന്ന്? ഇല്ല. ആയുഷ്കാലം മുഴുവനെ നിന്റെ മകന്റെ വിധവാപ്പട്ട കെട്ടി ഇവിടെ ജീവിക്കാന്ന് ദേവിക മോൾ ഒപ്പിട്ട് തന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. നിന്റെ ഭർത്താവായ ഞാൻ മനോഹരൻ, എന്റെ അമ്മയുടെ ഭാഷ പറഞ്ഞ മക്കുണൻ, ജീവിച്ചിരിപ്പുണ്ടോടി ഇവിടെ? ഉണ്ട്. എന്നോട് പറഞ്ഞിട്ടാണോടി നീ ഇന്ന് ഇവിടുന്ന് ദേവിക മോൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കിന് ഇറങ്ങിയത്? ആണോടി? ആണോന്നോ? അല്ല. നീ ദേവികമ്മയുടെ മുഖത്തടിച്ചതിന് പകരമായി ഒറ്റയടിക്ക് നിന്റെ അണപ്പിലൂടെ തുപ്പിക്കുന്ന കാണണോ? എടി കാണണമെന്ന്. അവളെ എന്നോട് അനുവാദം ചോദിച്ചിട്ടാ പോയത്. അത് മതി ഇവിടെ. ആ മതിയല്ലോ. അപ്പൊ സെയിം പിച്ച്. എന്നോട് അനുവാദം ചോദിച്ചിട്ടാ എന്റെ ദേവിക മോള് പോയത്. ഇപ്പൊ തീർന്നല്ലോ പ്രശ്നം. മോള് കയറി പോവാൻ നോക്ക്. ചെല്ലു മോളെ.